നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് AMCയിൽ നിക്ഷേപിക്കാൻ നമുക്കെല്ലാം ഒരു സുവർണ അവസരം കിട്ടിയിരിക്കുകയാണ്. അത് മറ്റ് ഒരു കമ്പനിയുമല്ല, ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ടുകളിലൊന്നാണ്. 2025 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്നുള്ള അർത്ഥത്തിലെ ഏറ്റവും വലിയ കമ്പനി തന്നെയാണ് ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. 32 വർഷത്തെ പാരമ്പര്യമുള്ളൊരു കമ്പനിയാണ്. 1993 ഈ കമ്പനി രൂപം കൊള്ളുന്നത്. 1998 ICICI എന്നുള്ള കമ്പനി പ്രൊഡൻഷ്യൽ എന്നുള്ള UK ബേസ്ഡ് കമ്പനിയുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് വരുന്നത്. ഈ കമ്പനിയുടെ ഇഷ്യൂ ഓപ്പൺ ആവുന്നത് ഡിസംബർ 12 16 വരെ ഇത് ഓപ്പൺ ആയിരിക്കും. ഇവർ 10,602.65 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ ഓഫർ ഫോർ സെയിലാണ്. ഇതിലെ ജോയിൻറ്റ് വെഞ്ചറിലെ ഒരു പാർട്ട്ണറായിട്ടുള്ള പ്രൊഡൻഷ്യൽ എന്നുള്ള UK ബേസ്ഡ് കമ്പനി അവരുടെ കൈവശമുള്ളതിൻ്റെ ഒരു 10% ഇപ്പോൾ വിറ്റഴിക്കുകയാണ്. അങ്ങനെയാണ് 10,602.65 കോടി രൂപയുടെ ഓഹരികൾ അവർ വിറ്റഴിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ICICI പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഈ AMCയുടെ ടോട്ടൽ ഇന്ത്യയിലെ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ 13.3% വരും. ഇവരുടെ ഈ ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉണ്ടല്ലോ, അത് 8,79,410 കോടി രൂപയാണ്. എന്ന് പറയുമ്പോൾ 2023-25 ആ കാലഘട്ടത്തിലെ വെച്ച് നോക്കുകയാണെങ്കിൽ CAGR വാർഷിക വളർച്ച 32.7%. അത് ഇൻഡസ്ട്രിയുടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ അത് വെറും 29% ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് 32.7% പറയാം. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, മാർക്കറ്റിലെ ഇക്വിറ്റി ഷെയറിലും ഇക്വിറ്റി ഓറിയൻറ്റഡ് സ്കീംസിലും ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ AMC എന്ന് പറയുന്നത് ICICI പ്രൊഡൻഷ്യലാണ്. അവരുടെ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കീംസിൽ 13.4% ഇൻവെസ്റ്റ്മെൻറ്റും, അതുപോലെ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഹൈബ്രിഡ് സ്കീമുകളിൽ 25.3% ടോട്ടലായിട്ടുള്ള കമ്പനിയുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം, ടോട്ടൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നമ്പറാണ്. അത് 6.5 മില്യൺ ഇൻവെസ്റ്റേഴ്സാണ് അവരുടെ SIP സ്കീമുകളിൽ മാത്രമുള്ളത്. കസ്റ്റമേഴ്സ് SIP സ്കീം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ. ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ 15.5 മില്യൺ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇവരുടെ ഈ SIPയുടെ കാര്യം നമ്മൾ പറഞ്ഞു. SIPയുടെ ഉള്ള എമൗണ്ട് നോക്കുകയാണെങ്കിൽ 3,910 കോടി രൂപയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ആ ഒരു വലിപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടതുണ്ട്. കമ്പനിക്ക് ടോട്ടലായിട്ടുള്ള സ്കീമുകൾ നോക്കുകയാണെങ്കിൽ 135 സ്കീംസ് ഉണ്ട് കമ്പനിക്ക്. അതിൽ ഫ്ലാഗ്ഷിപ്പ് സ്കീമുകൾ അല്ലെങ്കിൽ അവരുടെ AMCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീമുകൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ട്, മൾട്ടി അസറ്റ് ഫണ്ട്, ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്, അതുപോലെ വാല്യൂ ഫണ്ട് തുടങ്ങിയിട്ടുള്ള സ്കീമുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇനി മറ്റു ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 272 ഓഫീസസ് രാജ്യവ്യാപകമായിട്ട് ICICI പ്രൊഡൻഷ്യലിനുണ്ട്. അതിൽ 1,10,719 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. 213 നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതിലുണ്ട്. പിന്നെ 67ഓളം ബാങ്കുകളുമായിട്ട് ഇവരുടെ ബിസിനസ് ടൈഅപ്പുകളുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ICICI ബാങ്കിൻ്റെ തന്നെ ഒരു 7,246 ബ്രാഞ്ചുകൾ വഴി ആക്റ്റീവായിട്ടുള്ള കമ്പനിയുടെ AMCയുടെ ബിസിനസ്സുകൾ നടക്കുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2025 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 3,541 എംപ്ലോയീസ് അവരുടെ പേറോളിലുണ്ട്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ICICI ബാങ്കും
അതുപോലെ പ്രുഡൻഷ്യൽ കോർപ്പറേഷൻ ഹോൾഡിങ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ബേസ്ഡ് ആയിട്ടുള്ള UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുമാണ്. ഈ പ്രുഡൻഷ്യൽ കോർപ്പറേഷൻ ഹോൾഡിങ്സ് എന്നുള്ള ഈ ജോയിൻറ്റ് വെഞ്ചറിലെ പ്രധാനപ്പെട്ട മറ്റേ കമ്പനി ഉണ്ടല്ലോ, ഇത് 51-49 എന്നുള്ള ഒരു റേഷ്യോയിലാണ് ഇവരുടെ പാർട്ട്ണർഷിപ്പ്. ICICI ബാങ്ക് 51ഉം മറ്റൊരു 49ഉം. അപ്പോൾ ഈ പ്രുഡൻഷ്യൽ കോർപ്പറേഷൻ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞ കമ്പനിയെ ഇന്ത്യക്കാരെല്ലാവരും അറിയും. കാരണം 1983 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഓർക്കുന്നില്ലേ, ആ കപ്പിൻ്റെ പേര് പ്രുഡൻഷ്യൽ കപ്പ് എന്നായിരുന്നു. അതായത് ഇന്ത്യ നേടിയ ആ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ പേര് പ്രുഡൻഷ്യൽ കപ്പ് എന്നായിരുന്നല്ലോ. അപ്പോൾ അത് സ്പോൺസർ ചെയ്തിരുന്നത് ഈ കമ്പനിയാണ്. ഇവർ ആണ് 10% ഓഹരികൾ ഇപ്പോൾ വിറ്റഴിക്കുന്നത്. അങ്ങനെയാണ് ഈ ഓഫർ ഫോർ സെയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഇപ്പോഴത്തെ കമ്പനിയുടെ MDയും CEOയും നിമേഷ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് നോക്കാം. 2024 കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്ന 3761.21 കോടി രൂപയാണെങ്കിൽ അത് അടുത്ത വർഷമായപ്പോഴത്തേക്കും 2025 4979.67 എന്ന രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അതായത് ഒരു 32% വളർച്ചയാണ് റവന്യൂവിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ളത്. ഇനി അറ്റാദായം നോക്കുകയാണെങ്കിൽ 2024 2049.73 കോടി രൂപയുടെ അറ്റാദായം ഉണ്ടായപ്പോൾ 2025 ആയപ്പോൾ അത് 2650.66 എന്നുള്ള രീതിയിൽ 29% ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഫിനാൻഷ്യൽ സൈഡ് വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ICICI പ്രൊഡൻഷ്യൽ എന്നുള്ള ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ AMC. ഇനി നമുക്ക് ഇവരുടെ പിയർ കമ്പനികൾ ഏതൊക്കെ, ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിലും അതിൻ്റെ EPS ഒന്ന് നോക്കാം. ഈ കമ്പനിയുടെ 53.6 ബേസിക് ആയിട്ടുള്ള EPS. ഇനി HDFC അസറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള കമ്പനിയാണ് മറ്റൊരു പിയർ കമ്പനി. അവരുടെ ബേസിക് EPS 57.6. പിന്നെ നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അത് 20.3. പിന്നെ ഉള്ളത് ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള UTI അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി 57.4. പിന്നെ ആദിത്യ ബിർള സൺ ലൈഫ് എന്നുള്ളത് 32.3 അതിൻ്റെ ബേസിക് ആയിട്ടുള്ള EPS. ലീഡ് മാനേജേഴ്സ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട എല്ലാ മർച്ചൻറ്റ് ബാങ്കേഴ്സും ഇതിൻ്റെ ലീഡ് മാനേജേഴ്സാണ്. എന്നാലും ഒന്നോ രണ്ടോ ഞാൻ വായിക്കാം. സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്, മോർഗൻ സ്റ്റാൻലി, BOFA സെക്യൂരിറ്റീസ്, ആക്സിസ് ക്യാപിറ്റൽ തുടങ്ങിയിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ ഇതിൻ്റെ ലീഡ് മാനേജേഴ്സാണ്. KFin ടെക്നോളജീസാണ് ഈ ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ. അപ്പോൾ ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഡിസംബർ 12 മുതൽ 16 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 2061 രൂപ മുതൽ 2165 രൂപ വരെയാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പ്രൊമോട്ടറായിട്ടുള്ള ICICI ബാങ്കിൻ്റെ എംപ്ലോയീസിന് ഒരു റിസർവേഷനുണ്ട്. അത് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ, മറ്റുള്ള ജനറൽ പബ്ലിക്കിനില്ല. ഈ ഫ്രഷ് ഇഷ്യൂ ഒന്നും തന്നെ ഇല്ല. ഓഫർ ഫോർ സെയിലായിട്ട് ഒരു 4.89 കോടി ഓഹരികൾ പ്രുഡൻഷ്യൽ എന്ന് പറയുന്ന അതിൻ്റെ പ്രൊമോട്ടർ വിറ്റഴിക്കുന്നുണ്ട്. സെബിയുടെ നോം അനുസരിച്ചുണ്ടോ അവർ വിറ്റഴിക്കണം എന്ന നിയമം ഉള്ളതുകൊണ്ടാണ്. കാരണം ജനറൽ പാർട്ടിസിപ്പേഷൻ ഇത്ര % വേണം എന്നുള്ളൊരു ആ നോമൊക്കെ അനുസരിച്ചാണ് ഇപ്പോൾ അവർ അത്രയും വിറ്റഴിച്ചിരിക്കുന്നത്. അങ്ങനെ 10,602.65 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ടോട്ടൽ സൈസ് എന്ന് പറയുന്നത്. ഇനി ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം വാങ്ങേണ്ട മിനിമം ഓഹരികൾ 6 എണ്ണമാണ്. അങ്ങനെ അവർക്ക് 15 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് വാങ്ങാം. 50% ഓഹരികൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15 HNIസിനും പിന്നെ 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. അത് 17-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണിത്. അത് മിക്കവാറും ഡിസംബർ 19-ാം തീയതി ആയിരിക്കും ലിസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1.07 ലക്ഷം കോടി ആയിരിക്കും ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 4 മുതൽ 5% വരെ ഒരു നേട്ടം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലോങ് ടൈമിലേക്ക് എന്തായാലും ഇത് മികച്ച കമ്പനി തന്നെയാണ്. ഇത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്.